ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സ്കൂൾ ബാഗ്. എനിക്ക് ഒത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. 1-2 കൊല്ലം വീട്ടിന്റെ ഒരു മൂലക്ക് അവിടെ പൊടിയും പിടിച്ചിരിക്കുകയായിരുന്നു. അന്നേരമൊന്നും നിങ്ങൾക്ക് ആർക്കും ഞങ്ങളെ വേണ്ടായിരുന്നല്ലേ. ഇപ്പോഴാണ് നിങ്ങൾക്ക് ഞങ്ങളെ ആവശ്യം വന്നത്. പണ്ടൊക്കെ എന്ത് രസമെന്നറിയാവോ, ഞങ്ങളെ വാങ്ങാൻ വേണ്ടി കടയുടെ മുന്നിൽ നിന്ന് പിള്ളേർ വാശി പിടിക്കായിരുന്നു. അത് കിട്ടിക്കഴിഞ്ഞാലോ പുതിയ കാർ വാങ്ങിയതിന്റെ ആട്ടാ ആരെയും തൊടാൻ അനുവദിക്കില്ല. പക്ഷെ കളിച്ചു കൊടുക്കും. പിറ്റേ ദിവസം ഈ പുതിയ വാങ്ങ കൊണ്ട് സ്കൂളിലേക്ക് പോയാൽ ബുക്ക്, ചുറ്റും പത്രം, വെള്ളം ഇതൊക്കെ എടുത്ത് ഞങ്ങളെ എടുത്ത് കൊണ്ടുപോകുമ്പോഴില്ലേ ആൾക്കാർ ഞങ്ങൾ കളിയാക്കി വിളിക്കുക, യൂണിയൻകാർ ദേ പോകുന്നു. എന്താന്നറിയാവോ, ഞങ്ങളാണ് അവരെ കാട്ടും വെയിറ്റ് ചുമക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. എന്റെ ക്ലാസ്സിൽ എത്തിയ സ്ഥലത്ത് സ്വസ്ഥമായെന്ന് കിടന്നുറങ്ങാന്ന് വിചാരിച്ച അതിനെ കൂറ്റം കേട്ട പിള്ളേർ നമ്മളെ സമ്മതിക്കുന്നേ. നമ്മളെ പുറത്തൊക്കെ കയറി ചവിട്ടി ചമ്മന്തി വശാക്കും. എന്നിട്ടോ ആകെ ഒരു സമാധാനം കിട്ടുന്നത് ഉച്ചക്കത്തെ ആ ചിക്കൻ കാലിന്റെയും പൊരിച്ച മുട്ടയുടെയും ആ മണം കൊണ്ടാണ് നമ്മൾ സമാധാനപ്പെടുന്നത്. വൈകുന്നേരം ആകുമ്പോൾ നല്ല മഴയായിരിക്കുക. അന്നേരം ഉണ്ടല്ലോ ഈ പിള്ളേർ ഞങ്ങളെ നനച്ചിട്ടേ പോകത്തുള്ളൂ വീട്ടിലേക്ക്. എന്നിട്ടോ ഒന്നപ്പിനൊന്ന് വീട്ടിലെത്തിയാ പുതപ്പിച്ച് തരുക. പോട്ടെ, ഒന്ന് തോർത്തെങ്കിലും തരണ്ടേ അവര്. ഇത് കഷ്ടപ്പാടെന്ന് പറയാ ഞങ്ങൾക്ക്. പക്ഷെ എനിക്ക് ചില കുട്ടികൾ ഇഷ്ടാട്ടോ. എന്താന്ന് വെച്ചാൽ അവർ സ്കൂളിൽ നിന്ന് വന്ന പാട് പിന്നെ ഞങ്ങൾ തുറന്നേ നോക്കൂല. അതുകൊണ്ടൊക്കെ സ്വസ്ഥമായിട്ടൊന്ന് ഉറങ്ങാലോ അല്ലേ അല്ലേ. പിന്നെ നിങ്ങൾ 3 നേരം ഒന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾ പണ്ടത്തെ പഠിത്തൊക്കെ നിർത്തിയിട്ട് നിങ്ങൾ സ്കൂൾ ബാഗ് എവിടെ വെച്ചതെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് പുറത്തിട്ടൊന്നും കാര്യമില്ല, എനിക്കറിയാം. ഞാൻ പറയാന്നേ, നസീർക്ക പണ്ട് പഠിത്തൊക്കെ നിർത്തിയിട്ട് സ്കൂൾ ബാഗിൽ ഒരു തേങ്ങ എടുത്ത് ഒളിപ്പിച്ച് വെച്ചാറുണ്ടോ? ഉണ്ടാ? അത് ഇപ്പൊ സംക്രാന്തിയിൽ വലിയ തെങ്ങായി നിൽപ്പുണ്ട്. അയ്യോ, കാർത്തിക് ചേട്ടൻ വിഷമിക്കൊന്നും വേണ്ട. ഇതില്ല, ഞാൻ സ്കൂളിൽ പോയൊരു കാര്യം പറയുന്നു. അതുകൊണ്ടാണ് ഞാൻ കാർത്തിക് ചേട്ടൻ ഇത് ഉൾപ്പെടുത്താത്തത് കേട്ടോ. അയ്യോ, എന്റെ സമയം കൊറേ ആയി. ഞങ്ങളോട് ഒത്തിരി കാര്യം പറഞ്ഞില്ല. നാളെ രാവിലെ എനിക്ക് സ്കൂളിൽ പോണ്ടിയാ. അതുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇറങ്ങിയാലേ നാളെ രാവിലെ അവിടെ എത്താൻ പറ്റും. അപ്പോ ബൈ ബൈ, താങ്ക് യു.